അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് പാടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായി കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ അടുത്തു വരുന്നത്. ഏകദേശം 1 വർഷം കൊണ്ട് പ്രാർത്ഥിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ആസന്നമായിരിക്കുന്ന ഈ പ്രോഗ്രാം എപ്പോൾ തുടങ്ങും, എങ്ങനെ ആയിരിക്കും അതിൻ്റെ ക്രമീകരണങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുവാൻ അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും. ഞങ്ങൾക്ക് പറയേണ്ടത് അത്യാവശ്യവുമാണ്. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ബാബു സാറ് 24-ാം തീയതി അവിടെ നിന്ന് യാത്ര തിരിച്ച് അദ്ദേഹം ഡൽഹിയിലെത്തും. അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 29-ാം തീയതി ആയിരിക്കും അദ്ദേഹം എത്തുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇന്നും ചാർലി ബ്രദർ പ്രോഗ്രാമിനെ കുറിച്ചും അറേഞ്ച്മെൻറ്റുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുകയും വേണം. അതിനൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇതിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ചാർലി ജോൺ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാമിനെ കുറിച്ച് ബൈബിൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പിൽ എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കും, ഇങ്ങനെയുള്ള ആ പ്രോഗ്രാമിനെ കുറിച്ച് ഞാനും അല്പസമയം നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. നിങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. ഞങ്ങൾക്ക് നിങ്ങളെ കാണുവാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സ്വന്തം പേര് എഴുതിയാൽ നല്ലതായിരിക്കും. വിവോന്നും ഒക്കെ എഴുതാതെ നിങ്ങളുടെ സ്വന്തം പേര് എഴുതിയിട്ട്, കാരണം ഞങ്ങൾക്കും അറിയണമല്ലോ, ചാർലി ബ്രദർ പ്രത്യേകിച്ച് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഐഡൻറ്റിറ്റി കാർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ദയവായിട്ട് നിങ്ങൾ വരുമ്പോൾ ഏത് പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പേര് തന്നെ എഴുതി നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് മേടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക. കർത്താവിൻ്റെ ദാസന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലൊരു സൂം മീറ്റിംഗ് പെട്ടെന്ന് അറേഞ്ച് ചെയ്തിരുന്നു. അതിലൊരു 10-38 പേരുണ്ടായിരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിൽ വരാതിരുന്നിട്ട് ഇന്ന് ആദ്യമായിട്ട് മീറ്റിങ്ങിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് അവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവരെ എനിക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരിൽ കെ ടി മാത്യു ദേവദാസനെ ഓക്കെ റൈറ്റ്, ബാക്കി പുതിയതായിട്ട് കടന്നു വന്ന, കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇല്ലാതിരുന്നിട്ട് ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തിൽ ആദ്യമായിട്ട് കടന്നു വന്ന SBS-ൻ്റെ സ്റ്റുഡൻസ് അല്ലാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ ക്യാമ്പിൽ വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ദേവദാസൻ ഇപ്പോൾ ഓർപ്പിച്ച പോലെ. ആരെങ്കിലും പുതിയതായിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവർ കഴിഞ്ഞ മീറ്റിംഗ് ഇല്ലാതെ ഈ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഞാൻ അവരെ ഒന്ന് ഫോക്കസ് ചെയ്യാം. ആ സമയത്ത് അവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് അവരുടെ പേര് പറഞ്ഞ് അവരെ ഒന്ന് പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഒരാളിപ്പം ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ഡാർലി എബ്രഹാം അങ്കമാലി. താങ്ക് യു. എവിടെ നിന്നാണ് മാഡം? അങ്കമാലി. ശരി, താങ്ക് യു. ഷൈനി പിക്കി എന്ന് പറയുന്ന ആള് വന്നിട്ടുണ്ട്. ഹലോ, ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ ഇല്ലായിരുന്നു. വീഡിയോ ഓൺ ചെയ്താൽ കാണാൻ പറ്റും. മുഖം ഒന്ന് കാണണം. ദയവായിട്ട് അൺമ്യൂട്ട് ചെയ്തോട്ടെ, വീഡിയോ ഓൺ ചെയ്തോട്ടെ. ഹലോ. താങ്ക് യു മാഡം. ക്യാമ്പില് വരുമ്പോ കാണാം. ക്യാമ്പിലുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ, ഞാൻ ഡോക്ടർ യോഹന്നാന്, ഡോക്ടർ കെ ടി യോഹന്നാൻ. ഞാൻ 1 by 1 ഓക്കെ, താങ്ക് യു. ഞാൻ കണ്ടില്ല, 1 മിനിറ്റ്. ഡോക്ടർ കെ ടി യോഹന്നാൻ നമുക്ക് സുപരിചിത ആളാണ്. നമ്മുടെ SBS-ലെ സ്റ്റുഡൻറ് തന്നെയാണ്. അദ്ദേഹത്തെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. താങ്ക് യു കടന്നു വന്നില്ലേ. ഒരു PG ജോർജ് എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നു. അദ്ദേഹം ഒന്ന് PG ജോർജ് എബ്രഹാം, ബീന സൂസൻ ജോർജ്.
വീനാസ് ഹുസൻ അത് തന്നെ. അന്ന് വീഡിയോ ജോൺ ഓൺ ചേട്ടൻ ചെയ്താൽ ദേവദാസിനെ കാണാൻ പറ്റുമായിരുന്നു. കാണാൻ ഓക്കെ, കാണാമോ? യെസ് താങ്ക് ഞാൻ യു. ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ആ താങ്ക് യു. അപ്പൊ കുമ്മനാട്ട് വെച്ച് നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കാണാം. ഓക്കെ, താങ്ക് യു. കെ ബി ഷാജി പാസ്റ്ററെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും അദ്ദേഹം ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞേക്കാം. Praise the Lord. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ജോയിൻ ചെയ്തെങ്കിലും എൻഡ് പോർഷൻ വന്നപ്പോഴാണ്, അപ്പൊ എനിക്കൊന്നും ഓക്കെ പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ ഹലോ ആ ഹലോ. ഹലോ. ഞാൻ മുൻപേ വേണ്ടിട്ട് ചെയ്തോട്ടെ. ഓരോരുത്തരെയും വിളിക്കുക. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഹലോ. ജോളി മാത്യു ആണോ? ജോളി മാത്തിയ. ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ ഇല്ലായിരുന്നു. അപ്പൊ ഈ മീറ്റിംഗില് എനിക്ക് അവിടെ ഓക്കെ. സാനുമതി എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് കയറിയിട്ടുണ്ട്. യെസ് മാഡം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോട്ടെ. സാനുമതി സാനുമതി. SBS 4 നമുക്കുള്ള സ്റ്റുഡൻസ് ആണ് രണ്ടുപേര്. പിന്നെ ഞങ്ങളുടെ കൂടെ ഷേർലി എന്ന് പറഞ്ഞൊരു ഓക്കെ, താങ്ക് യു. നമുക്ക് ക്യാമ്പിൽ വെച്ച് കാണാം. തോന്നിയിലാണ്. ഹലോ സാർ. പ്രൈസ് ലോർഡ്. ഞാൻ പിൻ ചെയ്തിട്ട് പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിയാൽ. മേഴ്സി ബാബു ജോൺ. ബേബി സോഴ്സ് ബാബു ജോൺ. ഓക്കെ, ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് നമുക്ക് കാണാം. ഫ്രം കട്ടപ്പന. ഫ്രം കട്ടപ്പന. താങ്ക് യു. ആർക്കെങ്കിലും ഇനി അവരുടെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റും കൂടെ നമ്മൾ തരാം. ആരെങ്കിലും നിങ്ങളെ നിൽക്കുന്ന പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ. ഹലോ സാർ. ഹലോ ഓക്കെ. ഹലോ കേൾക്കാം, പറഞ്ഞു. എൻ്റെ പേര് ബോബൻ. ഞാൻ എറണാകുളത്ത് നിന്നാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ബോബൻ AC. ബോബൻ സാറെ പേര് എഴുതാമോ അതില്? ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല ഇതിനകത്ത് എഴുതാനൊക്കെ. ശരി, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ തന്നെ എഴുതിയേക്കാം. ബോബൻ. സംശയം ചോദിച്ചോട്ടെ? സർ, നമ്മുടെ പേര് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുന്നത്? നിങ്ങളുടെ മൊബൈലിലൊക്കെ രജിസ്റ്റർ നമ്പർ അയച്ചു തന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പേഴ്സണലായിട്ട് അയച്ചത് ഫോണിലേക്ക്. അല്ലെങ്കിൽ നമ്മുടെ ചരക്കുന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്താണോ അയച്ചത്? അല്ലല്ല, നിങ്ങളുടെ പേഴ്സണൽ ഫോണിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു പേഴ്സണൽ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് C121 C243 C202 എന്നൊക്കെ പറഞ്ഞ നമ്പറുകൾ അയച്ചു തന്നിട്ടുണ്ട്. സാറിന്റെ പേഴ്സണൽ നമ്പർ ആണ് അയച്ചു തന്നിരിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു പേഴ്സണൽ നമ്പർ, നിങ്ങൾ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിലേക്കാണ് അയച്ചിരുന്നത്. ഹലോ പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. എന്റെ പേര് അലക്സാണ്ടർ എന്നാണ്. ഓക്കെ, അലക്സാണ്ടർ. വൈഫ് റേച്ചൽ അലക്സാണ്ടർ, രണ്ടുപേര്. ഓക്കെ താങ്ക് യു. ഹലോ, പ്രൈസ് ലോ. ഇത് ജോൺ സി മാത്യു. ബാംഗ്ലൂർ. നിങ്ങൾ ഹാൻഡ് റൈസ് ആണ്. ഞാൻ ഓരോരുത്തരെ തന്നെ വിളിക്കാം. ഓക്കെ, ദേവദാസിന്റെ പേര് ഫിലിപ്പ് മാത്യു ആണോ സംസാരിച്ചത്? എന്റെ പേര് ജേക്കബ് ഫിലിപ്പ് എന്നാ. ജേക്കബ് ഫിലിപ്പ്, ബാംഗ്ലൂർ. ഓക്കെ, താങ്ക് യു. ഹാൻഡ് റൈസ് ആണെങ്കിൽ ഞാൻ നിങ്ങളെ. ഓക്കെ, നിതിനാണ്, പാമ്പാടി, കോട്ടയം പാമ്പാടി. അറിയാം. കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മുടെ ഇല്ലായിരുന്നു. ഇതിന് നമ്മുടെ സ്റ്റുഡന്റുമാണ്. താങ്ക് യു. ഓക്കെ, KCR പാസ്റ്റർ നമ്മുടെ SBS-ന്റെ തുടക്കം മുതലുള്ള സ്റ്റുഡന്റ് ആണ്. താങ്ക് യു. മോളി ജോസഫ് ഹാൻഡ് സിമ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന് വീഡിയോ ഓൺ ചെയ്തേക്കാമോ മോളി ജോസഫ്? ഓക്കെ, അൺമ്യൂട്ട് ചെയ്താട്ട് മാഡം.
അൺമ്യൂട്ട് ചെയ്യാനേ, ഞാൻ ഇവിടെ നിന്ന് റിക്വസ്റ്റ് ഇടുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്താട്ട്. ആ അൺമ്യൂട്ട് ബട്ടൺ അടിച്ചാട്ട്. ഇല്ല കുഴപ്പമില്ല, സാരമില്ല, കണ്ടല്ലോ. ബൈ. ഓക്കെ, അപ്പം എല്ലാവരെയും ആവശ്യപ്പെട്ട എല്ലാവരെയും കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇനി നമ്മുടെ മീറ്റിങ്ങിന്റെ ക്രമീകരണങ്ങൾ ആണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത് കുറച്ച് ആൾക്കാർ ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. റിപ്പീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാമ്പിന്റെ ഡേറ്റ് എല്ലാവർക്കും വരെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഈ മാസം 30-ാം തീയതി രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-ാം തീയതി ഉച്ചയോടുകൂടി കഴിയുന്നു. അതാണ് നമ്മുടെ ക്യാമ്പിന്റെ ടൈമിംഗ്. നമ്മുടെ വെന്യൂ എല്ലാവർക്കും അറിയാം, ചരൽക്കുന്ന് എന്ന് പറയുന്നത്. ചരൽക്കുന്നിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ചരൽക്കുന്ന് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തിരുവല്ല, പത്തനംതിട്ട ജില്ലയിൽ തന്നെ തിരുവല്ല എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരെ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, പത്തനംതിട്ട ടൗണിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന ഡയറക്ഷനിൽ തിരുവല്ല എത്തുന്നതിന് മുമ്പായിട്ട് കുമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുമ്പനാട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഈസ്റ്റിലോട്ടാണ് പോകുന്നത്. മർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഒരു ക്യാമ്പ് സൈറ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ചരൽക്കുന്ന് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കാൻ കാരണം, നമുക്ക് ഓഡിറ്റോറിയങ്ങൾ 1 ഡേ സെമിനാർ നടത്താൻ കിട്ടും, പക്ഷെ നമുക്ക് അക്കോമഡേഷൻ കിട്ടുന്ന സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലമാണ് ചരൽക്കുന്ന്. അതുകൊണ്ടാണ് നമ്മൾ ചരൽക്കുന്ന് യൂസ് ചെയ്തത്. പലരും തോന്നിയിട്ടുണ്ട് ടൗണിൽ എടുത്താൽ പോലും തിരുവല്ല എടുത്തായിരുന്നു എളുപ്പമായിരുന്നല്ലോ, അല്ലെ കോട്ടയം എടുത്തായിരുന്നു എളുപ്പമായിരുന്നല്ലോ എന്ന് പറയും. പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് 1 ഡേ സെമിനാർ നടത്താൻ നമുക്ക് വലിയ ഓഡിറ്റോറിയങ്ങൾ കിട്ടും, ബട്ട് നമുക്ക് ആൾക്കാർ വന്ന് താമസിച്ച് റെസിഡൻഷ്യൽ ക്യാമ്പ് കിടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സൗകര്യം നോക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡിസ്റ്റൻസിലൊരു, അല്ലെങ്കിൽ കുറച്ച് റിമോട്ടായ സ്ഥലത്തേക്ക് നമ്മൾ നോക്കി പോയത്. ആൻഡ് ക്യാമ്പിന്റെ ടൈമിങ് ദേവദാസൻ പ്രോഗ്രാം ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറയും. നമ്മൾ രാവിലെ 30-ാം തീയതി രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാമ്പ് 2-ാം തീയതി ഉച്ചയ്ക്ക് ലഞ്ചോടുകൂടി ഓൾമോസ്റ്റ് 2 അല്ലെങ്കിൽ 2:30 കഴിയുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഒഫീഷ്യലായിട്ട് തീരും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുണ്ടെങ്കിൽ ടൈം നമുക്ക് കിട്ടുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കടന്നു വരുന്ന ഇൻമേറ്റ്സ് രാവിലെ 30-ാം തീയതി രാവിലെയാണ് ക്യാമ്പ് സൈറ്റിലേക്ക് വരേണ്ടത്. തലേ ദിവസം നേരത്തെ വന്നവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവർ നമുക്ക് നൽകത്തില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ക്രമീകരണത്തിന് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഒരു ദിവസം എനിക്ക് അവിടെ അക്കോമഡേഷൻ എടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം അവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ല. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതിനോട് ഞാൻ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ഞാൻ അവരോട് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കോമൺ ആയിട്ട് പറയുന്നുമില്ല. സോ 30-ാം തീയതി രാവിലെയാണ് എത്തേണ്ടത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങൾക്ക് നോർമലി ട്രെയിനിൽ ബസ്സിൽ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും അടുത്തുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവല്ലയാണ്. ഇപ്പോൾ തിരുവല്ല ട്രെയിനിലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇനിയും ബുക്ക് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗത്തിൽ മലബാർ എക്സ്പ്രസ് ബുക്ക് ചെയ്യുന്നതാണ്. മലബാർ എക്സ്പ്രസ് ഓൾമോസ്റ്റ് 5:30-ക്കും 5:45-നും ഇടയ്ക്ക് നമുക്ക് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അവിടുന്ന് നിങ്ങൾക്ക് ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലെത്താം. തിരുവല്ലയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് 1 കിലോമീറ്ററിനകത്താണ് പിന്നെ KSRTC സ്റ്റാൻഡും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്റ്റാൻഡും രണ്ടായിട്ടാണ്. അപ്പോൾ 2 സ്ഥലത്തു നിന്ന് ബസ്സുകൾ കിട്ടും, KSRTCയും കിട്ടും, പ്രൈവറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓട്ടോക്കാരനോടൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി, എനിക്ക് കുമ്പനാടിലേക്കാണ് പോകേണ്ടത്, അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ള എവിടുന്ന ബസ് കിട്ടുമെന്ന് ചോദിച്ചാൽ എന്നെക്കാട്ടി കൂടുതൽ ആ സ്റ്റാൻഡിൽ ഓട്ടോക്കാർ പറയുമായിരിക്കും. സോ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പത്തനംതിട്ടയ്ക്കുള്ള ബസ്സിന് കയറുക, കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുക. അവിടുന്ന് ഒരു 6 കിലോമീറ്റർ മാറി കുമ്പനാട് എന്ന സ്ഥലത്തേക്ക് എത്തുക. 6-7 കിലോമീറ്ററോളം വരും. കുമ്പനാട് നമ്മുടെ IPCയുടെ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു 5:30-ക്ക് ശേഷം 5:45, 6-ന് മുമ്പായിട്ട് അവിടെ നമ്മുടെ ഒരു ട്രാവലർ വണ്ടി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ദേവദാസനുണ്ട്, ഫാസ്റ്റ് VN ജോൺ എന്നാണ് അദ്ദേഹം. ഇന്ന് മീറ്റിംഗിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ആ സ്ഥലത്തുണ്ടാകും. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിലിട്ടാവും. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾക്ക് വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ പെട്ടെന്ന് ഫോൺ കിട്ടണമെന്നില്ല, കാരണം ഞാൻ വേറെ പല കാര്യങ്ങൾക്കായിരിക്കും. സോ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഫാസ്റ്റ് VN ജോൺ എന്ന ദേവദാസനാണ്. അദ്ദേഹം കുമ്പനാടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ റിവീൽ ചെയ്തേക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ ഗ്രൂപ്പിലിടും. ട്രാൻസ്പോർട്ടേഷനിൽ അദ്ദേഹത്തെ വിളിച്ചാൽ മതി. സോ നിങ്ങൾ 5:30 മുതൽ അല്ലെ 5:45 മുതൽ നിങ്ങൾ കുമ്പനാട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ട്രാവലർ നമ്മൾ ഒരു 4 കിലോമീറ്ററുള്ള ചരൽക്കുന്നിലേക്ക് നിങ്ങൾ എത്തിക്കും. അതൊരു ഫ്രീക്വന്റ് ടൈമിലാണ് പറഞ്ഞേക്കുന്നത്. ഒരു ട്രിപ്പ് ഒരു
ആൾക്കാർ വന്നിട്ട് അധികം നേരം മുഷിഞ്ഞിരിക്കരുത്. കാരണം രാവിലെ ട്രാവൽ വരുന്നവരാണ്. നിങ്ങൾക്ക് രാവിലത്തെ നിങ്ങളുടെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് വണ്ടി നിറഞ്ഞിട്ടേ വിടത്തുള്ളൂ എന്നൊന്നും പാടില്ല എന്ന് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്. ഈ ട്രാവലുകാരനോട് പറഞ്ഞിട്ടുണ്ട്, ദേവദാസിനോട് പറഞ്ഞിട്ടുണ്ട്. വണ്ടി എത്തി നമുക്കൊരു നിങ്ങൾ എത്തിയ ഒരു 15 മിനിറ്റിനകത്ത് ഒരു ട്രിപ്പ് പോകും. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത് വണ്ടി ഒരാളെത്തുകയാണെങ്കിൽ നമ്മൾ 15 മിനിറ്റ് കീപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. അന്നത്തെ സൗകര്യം പോലെ. എനിവേ ഒരു 9 മണി വരെ ഈ ട്രാവലർ ചരൽക്കുന്നിലേക്ക് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ദിവസം 2-ാം തീയതി അതുപോലെ തിരിച്ച് റിട്ടേൺ ചെയ്ത് നിങ്ങൾ കുമ്പനാട് വിടും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ട്രാവലർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുമ്പനാട്ടിൽ നിന്നായിരിക്കും. തിരിച്ച് നിങ്ങൾ 2-ാം തീയതി കുമ്പനാട്ടേക്കാണ് ട്രാവലർ എത്തിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ട്രാൻസ്പോർട്ടേഷൻ ചരൽക്കുന്നിൽ നമുക്ക് ലിറ്ററലി പറഞ്ഞാൽ 0 ആണ്. കാരണം അവിടെ വണ്ടി വാഹനങ്ങളൊന്നും ഈ സ്ഥലത്തേക്ക് കിട്ടത്തില്ല. തൊട്ട് താഴെയുള്ള ടൗൺഷിപ്പിൽ നിന്ന് ഏതാണ്ട് 3/4 കിലോമീറ്റർ മുകളിൽ ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് അവിടെ നമുക്ക് വാഹനങ്ങളൊന്നും കിട്ടത്തില്ല. നിങ്ങളുടെ സ്വകാര്യ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബാധകമല്ല. പക്ഷേ ഞങ്ങൾ കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ വാഹനം ഉണ്ടാവും. ഒരു കേസ് ഓൺ എമർജൻസി നിങ്ങൾക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ക്രമീകരണം ചെയ്തു തരാം. പക്ഷേ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് താഴെ പോയിട്ട് സോപ്പ് വാങ്ങിക്കാൻ പോകണം, എനിക്ക് ചീപ്പ് വാങ്ങിച്ചില്ല സാറേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് പറ്റത്തില്ല. കാര്യം ഓർത്തിരിക്കുക, അവിടെ ഒരു കടകളൊന്നും കിട്ടത്തില്ല. ഈ കുന്നിൻ്റെ മുകളിൽ കടയൊന്നും സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് അക്കോമഡേഷൻ. നിങ്ങൾ രാവിലെ ഈ പറഞ്ഞ മാതിരി ട്രാവലറിൽ കയറി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ അവിടെ അക്കോമഡേഷൻ ഇല്ലാതെ നേരിട്ട് വരുന്നവരാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ റൂമിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. കാരണം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ എത്തുന്നവർക്ക് നിങ്ങളുടെ റൂം അലോട്ട്മെൻ്റ് ഉണ്ട്. റൂം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നമുക്ക് നേരത്തെ അറിയാം. നമുക്ക് 4 തരം അക്കോമഡേഷൻ ഉണ്ടായിരുന്നു ഇവിടെ. AC റൂം, നോൺ AC റൂം, അതുപോലെ തന്നെ ഷെയർഡ് റൂം കുറച്ചുണ്ട്, അതുപോലെ ഡോർമെറ്ററി. സോ ഈ 4 രീതിയിലുള്ള റൂം ഏതാണെന്ന് ബുക്ക് ചെയ്തേക്ക് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കൺഫർമേഷൻ ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റും കൂടെ ഞാൻ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, വേണേൽ പറയാം. പക്ഷേ ഗ്രൂപ്പിലിട്ട് കഴിയുമ്പോൾ അത് പിന്നെ വേറൊരു ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ടാകണ്ട. അതുകൊണ്ട് എൻ്റെ ലിസ്റ്റുണ്ട്, ഞാനവിടെ ഒട്ടിച്ചേക്കാം. സ്ക്രീനിൽ ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂം നമ്പർ ഏതാണ്, റൂം നമ്പർ പോയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ റിസപ്ഷൻ്റെ അവിടെ നിങ്ങളുടെ റൂം അലോട്ട്മെൻ്റ് ഉണ്ട്. ആ റൂമിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പോയി രാവിലത്തെ പ്രഭാത കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 7:30 അല്ലെങ്കിൽ 8 മുമ്പായിട്ട് നമ്മുടെ അവിടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ കൗണ്ടർ ഉണ്ടാവും. അവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ റിസപ്ഷൻ കൗണ്ടറിൽ നിങ്ങളുടെ പേര് ചെക്ക് ചെയ്ത് നിങ്ങളുണ്ട് അവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അവിടെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ റോൾ നമ്പറാണ് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറാണ്. ഇപ്പോൾ C101 മുതൽ C257 വരെയുള്ള നമ്പറുകളെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ദേവദാസം, ഫോർ എക്സാമ്പിൾ അനീഷ് ഏൽ എന്ന് പറഞ്ഞ ദേവദാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയേണ്ടത് എൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് C204 ആണെങ്കിൽ 204 എന്ന് പറയും. അപ്പോൾ ആ 204 കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു വാലറ്റും അതിനായിരിക്കും തരുന്നത്, ഒരു വാലറ്റ്. ആ വാലറ്റിനകത്ത് നിങ്ങളുടെ ID കാർഡും ഡീറ്റെയിലും എല്ലാം ഉണ്ടാവും. അതിനകത്ത് പൗച്ചും പേനായും ഒക്കെ ഉണ്ടാവും, റൈറ്റിംഗ് പാഡൊക്കെ ഉള്ള വാലറ്റ്. അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം ഉണ്ടാവും. സോ ID കാർഡും കൊണ്ട് നിങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. സോ തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മുതൽ വരുന്ന എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ട്രാവൽ ചെയ്ത് വണ്ടി ഓടിച്ച് സ്വകാര്യ വാഹനം ഓടിച്ച് അവിടുന്ന് വീട്ടിൽ നിന്ന് വരുന്നവർക്കും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ വരുന്ന എല്ലാവർക്കും ഫസ്റ്റ് ഡേ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സോ നിങ്ങൾ വന്ന് നിങ്ങളുടെ റിസപ്ഷനിൽ വന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ കഫറ്റീരിയയിൽ പോവുക, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ 1 മണിക്കൂറുണ്ട് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വന്ന സമയം പോലെ ആ 1 മണിക്കൂറുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടാനോ ക്യാമ്പസ് നടന്ന് കാണുവാനോ എല്ലാം അവിടെ സൗകര്യം ഉണ്ടാവും. 9 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അക്കോമഡേഷൻ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞാൽ അതൊരു ഹോട്ടൽ അക്കോമഡേഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. കാരണം AC റൂമിൽ താമസിക്കുന്നവർക്ക് ഹോട്ടലിൽ കിട്ടുന്ന പോലെ എന്തുവാ പിന്നെ അധികം ബെഡ് റോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടവലോ സോപ്പോ ടോയ്ലറ്ററീസോ ഒന്നും കിട്ടുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കരുത്. AC റൂമിൽ താമസിക്കുന്നവർക്ക് ബ്ലാങ്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ റൂമിലും പിന്നെ ബെഡ് വിരിച്ച് അല്ലെങ്കിൽ മെത്ത ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഷീറ്റും വിരിച്ചിട്ടുണ്ടാവും, പില്ലോയും ഉണ്ടാവും. അല്ലാതെ നമ്മുടെ ഹോട്ടലിലെ പോലെ നിങ്ങൾ പിന്നെ ടോയ്ലറ്റിനകത്ത് നമുക്ക് ടവല് കിട്ടിയില്ല, സോപ്പ് കിട്ടിയില്ല എന്ന് പറയരുത്. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല അവിടെ. അപ്പോൾ AC റൂമിൽ താമസിക്കുന്നവർക്ക് ബെഡ് റോള് പ്ലസ് ബ്ലാങ്കറ്റ് ഉണ്ട്. നോൺ AC റൂംസ് താമസിക്കുന്നവർക്ക് ഒരു റൂമിൽ 2 ബെഡാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, നമുക്കെല്ലാം അറിയാം. ഒരു റൂമിൽ 2 ബെഡാണ്. ഞാൻ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് റൂം അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ഒരു റൂമിൽ 2 പേര്. അപ്പം
ഫാമിലി ഉള്ളവർക്കാണെങ്കിൽ ഫാമിലിക്കായിട്ട് ഒരു റൂം കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിവതും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതുവരെ എൻ്റെ എഫോർട്ട് അനുസരിച്ചിട്ട് ഫാമിലിയായിട്ട് വരുന്നവർക്ക് അങ്ങനെ, ഏകദേശം ദേവദാസന്മാർക്കാണെങ്കിൽ അങ്ങനെ, ആ രീതിയിലാണ് ക്രമീകരിച്ച് വെച്ചേക്കുന്നത്. സോ നമുക്കിവിടെ 24 റൂംസ് ആണ് ഉള്ളത്. ആ 24 റൂം ഫുള്ളായിട്ടുണ്ട്. ഇനി ഒരാൾക്കും നമുക്ക് റൂമിലേക്ക് അലോട്ട്മെന്റ് ഇല്ല. അടുത്തത് നമുക്ക് ഡോർമെറ്ററി ഉണ്ട്. ഡോർമെറ്ററി ഇതുപോലെ തന്നെ ഒരു ഫ്ലോറിൽ 2 ഹോളാണ് ഉള്ളത്. താഴത്തെ ഫ്ലോറിൽ ജെൻസിന് വേണ്ടി 2 ഹോളുണ്ട്. ആ 2 ഹോളിനകത്ത് ഓരോ ഹോളിനോട് ചേർന്ന് നമുക്ക് 5 ടോയ്ലറ്റും 5 വാഷ്റൂമും ഉണ്ട്. ലേഡീസിന് അപ്സ്റ്റെയറിലാണ്, അവർക്ക് 2 ഹോളുണ്ട്. പക്ഷെ നമുക്കിപ്പം നോക്കിയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 60-65 പേരിന് അകത്തേ ഉള്ളൂ നമുക്കിപ്പം ഡോർമെറ്ററി ഉള്ളത്. സോ സഫീഷ്യൻ്റ് ആയിട്ട് ഡോർമെറ്ററി ഉണ്ട്. നമുക്ക് 175 ബെഡ് സ്പേസ് ഉണ്ട് ഡോർമെറ്ററി. സോ സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അത് നിങ്ങൾക്ക് കൺജസ്റ്റ് ആയിട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോർമെറ്ററി അറിയാമല്ലോ, ഒരു ബെഡിൽ ഒരു കട്ടിലും മേളിലും താഴെയാണ്. ഇപ്പം നിങ്ങൾ മേളിൽ കയറി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും കിടക്കാനുള്ള ഡോർമെറ്ററിയിലുള്ള സൗകര്യം നമുക്കുണ്ട്. നമ്മൾ എടുത്തതിനനുസരിച്ച് സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. അവിടെ പക്ഷെ കോമൺ ആയിരിക്കും വാഷ്റൂമും ടോയ്ലറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചൂടുവെള്ളവും പിന്നെ എനിക്കൊന്ന് തണുത്ത വെള്ളവും അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ അവിടെ അവൈലബിൾ ആണ്. അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് മോർണിംഗിൽ, നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് 1-ാം തീയതി മോർണിംഗിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബെഡ് കോഫി ഉണ്ട്. അത് നിങ്ങൾ ക്യാൻറ്റീനിൽ ചെന്ന് രാവിലെ എപ്പോഴാണ്, എനിക്ക് 5 മണിക്ക് തുറക്കുമെന്ന് തോന്നുന്നു. ബെഡ് കോഫികളൊക്കെ രാവിലെ കിട്ടും. ക്യാൻറ്റീനിൽ നമുക്ക് 5 മണിക്ക് തന്നെ ബെഡ് കോഫി കിട്ടും. അവിടെ പോയി നിങ്ങൾ ബെഡ് കോഫി കളക്ട് ചെയ്തിട്ട് രാവിലത്തെ പ്രഭാത കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ 9 മണിക്ക് മീറ്റിങ്ങിൽ തുടങ്ങുക. ഇനി മോർണിംഗ് പ്രെയർ അങ്ങനെ വല്ലതും വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കെറ്റിയാൻ പാസ്റ്റൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ എൻ്റെ സൈഡല്ല അത്. ഈവനിങ്ങിൽ മോർണിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 9 മണിക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് 10:45 ടീ ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് ടീ ബിസ്ക്കറ്റൊക്കെ കിട്ടും ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് 1 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 1:30 വരെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ കഫറ്റീരിയയിൽ പോയി ലഞ്ച് കഴിക്കണം. കഴിവതും നിങ്ങളുടെ നെയിം ടാഗ് നിങ്ങൾ കഴുത്തെ തൂക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ഔട്ട്സൈഡർ വന്ന് നമ്മുടെ പ്രോഗ്രാമിൽ എല്ലാത്ത ഒരാളും അവിടെ വന്ന് ക്യാൻറ്റീനിൽ ചെന്ന് കഴിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്, നമുക്കും അത് ബുദ്ധിമുട്ടാണ്. ഇത് ആരാന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് മൈ ഒപ്പീനിയൻ, കഴിവതും നിങ്ങൾ കഫറ്റീരിയയിൽ പോകുമ്പോൾ നിങ്ങളുടെ നെയിം ടാഗ് കറക്റ്റായിട്ട് തൂക്കുക. കാരണം അവർക്കൊരു കൺഫ്യൂഷൻ ആകണ്ട. ഞാൻ ചിലപ്പോൾ പറഞ്ഞേക്കും ഈ നെയിം ടാഗ് ഇല്ലാത്തവരെ കഫറ്റീരിയൽ ശ്രദ്ധിക്കണം എന്ന് പറയും. നമുക്കറിയില്ലല്ലോ, ഇതൊരു പുറത്തുനിന്ന് ഒരാൾ അവിടെ കയറി കഫറ്റീരിയ കഴിച്ചിട്ട് ലാസ്റ്റ് അത് നമ്മുടെ ആളാണെന്ന് പറയാൻ ഇടയുണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ മീറ്റിംഗ് പങ്കെടുക്കുമ്പോൾ ഊരി വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ കഫറ്റീരിയയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കഴിവതും നിങ്ങളുടെ ID കാർഡ് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ലഞ്ച് ഉണ്ടാവും. 2 മണിക്ക് ശേഷമുള്ള സെക്ഷന് നമുക്ക് 3:45 തോന്നുന്നു നമുക്കൊരു ടീ ബ്രേക്ക് ഉണ്ട്. ടീ സ്നാക്സ് ഉണ്ടാവും. ഈവനിങ് നമുക്ക് 8 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം. 8 മുതൽ 8:30 വരെ നമുക്ക് അവിടെ കഫറ്റീരിയ അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഉണ്ട്. സോ 8:30-കകത്ത് എല്ലാവരും നിങ്ങൾ ഡിന്നർ കഴിക്കണം. ആ കാര്യം ഓർത്തിരിക്കുക. നമുക്കവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ബുഫയാണ്, നിങ്ങൾ ചെന്ന് പ്ലേറ്റ് എടുത്ത് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 8:30-കകത്ത് നിങ്ങൾ കഴിച്ച് ഇറങ്ങണം. കാരണം ഇവർക്ക് അത് കഴിഞ്ഞിട്ട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം മോർണിംഗിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 8:30-കകത്ത് നിങ്ങൾ പോയി നിങ്ങളുടെ ഡിന്നർ കഴിക്കുക. 8:30 മുതൽ 9:30 വരെ ഒരു സെക്ഷൻ ഹൗസാർക്ക് വെച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ അല്ല പറയുന്നത്, സാറോ അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റോ അതിനെക്കുറിച്ച് പറയും. അത് കഴിഞ്ഞ് നിങ്ങളുടെ നൈറ്റ് പ്രെയറോ എന്തോ ആണോ എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ പിന്നെ വയ്ക്കുക. നെക്സ്റ്റ് ഡേ ഇതുപോലെ തന്നെ മോർണിംഗ് ബെഡ് കോഫി 7:30 ആകുമ്പം നമ്മുടെ ക്യാൻറ്റീൻ ഓപ്പൺ ആവും, അല്ല കഫറ്റീരിയ ഓപ്പൺ ആവും. അവിടെ പോയി കഴിക്കുക, ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുക. ലാസ്റ്റ് ഡേ നമ്മൾ ഇതുപോലെ ലഞ്ചോടുകൂടി കഴിയും. ലാസ്റ്റ് ഡേ നമുക്ക് ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ക്യാമ്പ് ക്ലോസിംഗ് സെറമണിയായി. പിന്നെയുള്ള സെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, നമ്മൾ സാറത്തിലൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. സോ ഇത്രയുമാണ് നമ്മുടെ ഷെഡ്യൂളിൽ ക്യാമ്പിനകത്തുള്ള കാര്യം. പിന്നെ ഫെസിലിറ്റികൾ ഓർത്തിരിക്കുക. അവിടെ നമുക്ക് ഇൻ കേസ് ആൻ എമർജൻസി ഒരു മെഡിക്കൽ എയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മെഡിസിനൊക്കെ നമ്മുടെ കയ്യിലൂടെ കാണും. അവിടെ ഉണ്ട്, ഓഫീസിലുണ്ട്, ഞാൻ കാര്യം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു സ്പെഷ്യൽ കെയർ വേണ്ടി കണ്ടീഷൻ ആണെങ്കിൽ അപ്പം തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുക. നമുക്കൊരു മിനിമം ഒരു 5-6 പേരെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ഒപ്പം ഒഫീഷ്യൽസ് ആയിട്ട് കാണും. അവരുമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കഴിയും. ഒരു എമർജൻസി വന്ന് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലൈസേഷനൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ തന്നെ വാഹനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വെള്ളം, സഫീഷ്യൻറ്റ് വെള്ളം ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് തന്നെ അവിടെ വലിയ ടാങ്കുകളുണ്ട്.
സഫീഷ്യൻ്റ് വെള്ളമുണ്ട്. PA സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി അങ്ങനെ പോകത്തില്ലെന്ന് അവർ പറയുന്നത്. ഇൻ കേസ് ഉണ്ടെങ്കിൽ അവർക്ക് ജനറേറ്റർ ബാക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അത് ജനറേറ്റർ ബാക്കപ്പ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ AC-യിലെ ജനറേറ്റർ ബാക്കപ്പ് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. അത് ഞാൻ ഒന്നുകൂടെ അവിടെ കൺഫേം ചെയ്യേണ്ടി വരും. കാരണം 12 AC ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ജനറേറ്റർ നിൽക്കുമെന്ന് എനിക്കറിയില്ല. സോ ഇത്തരം കാര്യങ്ങളാണ് അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി 9:30-10 ഒരു ഗേറ്റ് അടയ്ക്കുമെന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുശേഷം പുറത്തോട്ടോ അകത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കെയർ ടേക്കറെ കാണത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് എമർജൻസിയിലാണെങ്കിൽ നമ്മൾ ഗേറ്റ് വിട്ട് പോവാം. രാത്രി അവർ ഗേറ്റ് അടയ്ക്കും, ഗേറ്റ് അവർ അടയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ടൈമിങ്ങിൻ്റെ കാര്യം. ഓക്കെ, KT മാത്യു ഫസ്റ്റ് എന്തിനോ എനിക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഫസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാട്ടെ. ഈ ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് അഡ്രസ് ഒന്ന് കൊടുക്കുവോ? ഞങ്ങളൊക്കെ ചില ആൾ ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പിനകത്ത് നമുക്കത് എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലേ? ലൈവ് ലൊക്കേഷൻ അല്ല, കറണ്ട് ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തേക്കാം. കറണ്ട് ലൊക്കേഷൻ ചെയ്താൽ മതി. കറണ്ട് ലൊക്കേഷൻ ഞാൻ അവിടെ വന്നിട്ട് ഷെയർ ചെയ്തു. ഓക്കെ ഓക്കെ, താങ്ക് യു. സോ ഇത്രയുമാണ് ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് തരാം, നിങ്ങൾക്ക് ചോദിക്കാം. ഈ പറഞ്ഞ ഞാനിപ്പോൾ സംസാരിച്ച ഇത്രയും കാര്യങ്ങൾ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു സംശയമുണ്ട്. പറഞ്ഞോട്ടെ. ഞങ്ങൾ റാന്നിന്ന് വരുമ്പോ ഞങ്ങൾ എവിടെ വരണം? ഞങ്ങള് കട്ടപ്പന റാന്നിന്ന് നിങ്ങള് പിന്നെ ബസ്സിലാണോ വരാൻ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, കാറിനാണ് വരുന്നത്. കാറിനാണെന്നുണ്ടെങ്കിൽ റാന്നിന്ന് നിങ്ങൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് റാന്നി പ്ലാങ്കവൺ കയറിയിട്ടെ പ്ലാങ്കവൺ നേരിട്ട് തടിയുരത്തുക. അവിടുന്ന് നേരെ കിഴക്കുന്ന് കയറിയാൽ മതി. പ്ലാങ്കവൺ റൂട്ടാണ്. റാന്നിന്ന് നമ്മുടെ എടപ്പാവൂർ വഴിയോ കീക്കുഴി വഴിയോ കയറി വരിക. ഏറ്റവും എളുപ്പം എടപ്പാവൂരിൽ നിന്ന് നേരെ പ്ലാങ്കവൺ പിടിക്കുക. പ്ലാങ്കവൺ ജംഗ്ഷൻ സ്ട്രെയിറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ തടിയുരത്ത് അവിടെ നേരം കഴിയാം. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ആരെങ്കിലും? കുമ്പനാട് ജംഗ്ഷൻ അല്ലേ? കുമ്പനാട് ജംഗ്ഷനിലാണ് എത്തേണ്ടത്. കുമ്പനാട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിരിക്കും വരുന്നത്. വണ്ടി എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടാൽ പോലും ആ ദേവദാസിനെ വിളിച്ച് ചോദിച്ച് അറിയാൻ പറ്റും. ട്രാവൽ അവിടെ തന്നെ ഇടില്ല. മോർണിംഗിൽ വലിയ റഷൊന്നുമില്ല. കാരണം നമ്മൾ 5:30 മുതൽ 9 അറിഞ്ഞത്. പക്ഷേ 8:30 ആകുമ്പോഴത്തേക്കും ജംഗ്ഷൻ ഇച്ചിരി ക്രൗഡാകും. അപ്പോൾ വണ്ടി ചിലപ്പോൾ ഇച്ചിരി മാറ്റിയായിരിക്കും എടുക്കുന്നത്. വണ്ടി നിങ്ങളുടെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ദേവദാസിനെ വിളിച്ചാൽ മതി. കാരണം നിങ്ങൾ വന്നിറങ്ങും, ചിലപ്പോൾ ഒരു പക്ഷേ വണ്ടി ട്രിപ്പ് എടുക്കാൻ പോയേക്കുമായിരിക്കും. അങ്ങനെ സംഭവിക്കും. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വണ്ടി ചിലപ്പോൾ അവിടെ കാണത്തില്ല, ചരക്കുന്നി പോയേക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ദേവദാസിനെ വിളിച്ചാൽ ആ ദേവദാസൻ അദ്ദേഹം അവിടെ തന്നെ കാണും. നമ്മുടെ ട്രാവലർ ഓടുന്ന അത്രയും സമയത്ത് അവിടെ കാണും. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നാൽ മതി. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. പറഞ്ഞോ. ഞങ്ങൾ 2 പേരുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറേ കിട്ടിയിട്ടുള്ളൂ. പേരൊന്ന് പറഞ്ഞേക്കൂ. പ്രിയ ആൻഡ് കുഞ്ഞുമോൾ. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഞങ്ങളുടെ റൂം നമ്പർ പറഞ്ഞുതരും. കുഞ്ഞുമോൾസ് കറിയാണോ? കുഞ്ഞുമോൾസ് കറിയയുടെ രജിസ്റ്റർ നമ്പർ 213. അത് മാഡത്തിന്റെ വാട്സപ്പ് ഞാൻ അയച്ചിട്ടുണ്ട്. കുഞ്ഞുമോൾസ് കറിയയുടെ വാട്സപ്പ് നമ്പർ എനിക്ക് തന്നേക്കുന്നത് 9645402267. ആ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. 213 അല്ലേ? 213 അല്ലേ? 213. ഓക്കെ. എന്റെ ഒന്ന് തരണേ. എന്റെ ഒരു അടുക്ക വെച്ച് മൊബൈൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദിനേശ് തമ്പിയുടെ രജിസ്റ്റർ നമ്പർ 152 C152. ഫാസ്റ്റ് ദിനേശ് തമ്പിയാർ 152 അല്ലേ? 152 152. പാസ്റ്റർ ഒരു മിനിറ്റ്, എന്റെ ഒന്ന് പറഞ്ഞു തരാമോ? പേരൊന്ന് പറഞ്ഞു മാഡം. ജോളി മാത്യു. ജോളി മാത്യുവിന്റെ രജിസ്റ്റർ നമ്പർ സിസ്റ്റർ ജോളി മാത്യു പത്തനംതിട്ട അല്ലേ?
രജിസ്റ്റർ നമ്പർ C117 117 ഓക്കെ. ഷെബിൻ റൂം രാജിന്റെ നമ്പർ പറഞ്ഞു തരാമോ? 117. റൂം നമ്പർ ഈ രജിസ്റ്റർ നമ്പർ നോക്കിയാൽ മതി. ഇനി അവിടെ വന്നിട്ട് ശരി. റൂം നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ശരി ആ, ശരി. ഓക്കെ. താങ്ക് യു ഷെബിൻ സർ. രാജിന്റെ ഒന്ന് പറഞ്ഞു തരാമോ? ഷെബിൻ രാജ്. ഷെബിൻ രാജിന്റെ ഫാസ്റ്റർ ഷെബിൻ രാജ് പുനലൂർ കൊല്ലം അല്ലേ? അതെ അതെ. 121. ഓക്കെ, താങ്ക് യു. 121. ഞാൻ സേവിയർ വിജയ് ഹൈദരാബാദ്. എൻ്റെത് സേവിയർ വിജയ് ഹൈദരാബാദ് 118 ആണെന്ന്. C118 കൺഫേം ചെയ്യാൻ പറ്റും. ഹൈദരാബാദ് 118 ആണ്. താങ്ക് യു. ഞാൻ ചാർലി ലിസ്റ്റ് ബ്രദറെ, ഇട്ടേ ഗ്രൂപ്പിൽ ഞാൻ ലിസ്റ്റ് ഇവർക്കൊക്കെ അയച്ചു കൊടുത്തതില്ലയോ? അതോ ഞാൻ എല്ലാവർക്കും പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തതാണ്. അവർ അയച്ചു കൊടുത്തു? ചിലപ്പോൾ അറിയാതെ ക്ലിയർ ചെയ്തു പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓ, അപ്പൊ ഞാൻ ശരി. ഗ്രൂപ്പിൽ ഒന്നുകൂടെ വേണേ ഫ്ലാഷ് ചെയ്തേക്കാം, ലിസ്റ്റ് ഇട്ടേക്കാം. അതായിരിക്കും ബെറ്റർ. JT മാത്യു പാസ്റ്റർ എന്തിനോ അല്ല അല്ല, ചോദിച്ചു. ഒന്നുകൂടെ ഫ്ലാഷ് ചെയ്താൽ നല്ലതായിരുന്നു. ഒരു നമ്പർ പറയുന്നില്ലെങ്കിലേ. ശരി, ഞാൻ ആ നമ്പർ മാത്രമായിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ താങ്ക് എക്സൽ യു. ഒരു ലിസ്റ്റ് ആക്കി ഞാൻ ഇട്ടേക്കാം. അല്ല, PDF ആക്കി ഇട്ടേക്കാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്. വളരെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഈ സമയം യൂട്ടിലൈസ് ചെയ്യാം. പ്രൈസ് ലോർഡ്. പ്ലീസ് ലോട്ട് പാസ്റ്റർ. നമ്മളുടെ ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഫോട്ടോ സെക്ഷൻ വല്ലതും ഉണ്ടോ? ഫോട്ടോ സെക്ഷൻ സോഫാർ വേണമെന്ന് സാറ് പറഞ്ഞിട്ടില്ല. ആ. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു കാര്യം സാറിൻ്റെ അടുത്തുനിന്ന് വന്നിട്ടില്ല. നമ്മളെ എല്ലാവരും കൂടെ കൂടുമ്പോ ഒരു ലാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സെഷന്റെ ഒരുമിച്ചുള്ള ഒരു ബ്രേക്കിൽ ഫോട്ടോ എടുത്താൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം ഉണ്ട്. നല്ല ഞാനത് ഫോട്ടോഗ്രാഫർ സാറുമായിട്ട് ഈ പറഞ്ഞ കാര്യം സാറുമായിട്ടും ചോദിച്ചു നോക്കട്ടെ. ആ അപ്പം അദ്ദേഹം അത് പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്ത പോലെ ഓക്കെ ഒരു ഫോട്ടോ സെക്ഷൻ ഉൾപ്പെടുത്താനെ കുറിച്ച് ഞാൻ സാറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോ അതുപോലെ നമ്മുടെ ക്ലാസ്സിന്റെ വീഡിയോ ചെയ്യുന്നുണ്ടോ? വീഡിയോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വീഡിയോ ചെയ്യുന്നില്ലെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ബട്ട് സാറ് അതിന് സൂം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് എന്നോട് പറഞ്ഞേക്കുന്ന ക്യാമ്പിൽ സ്പോൺസേഴ്സ് ഉള്ളതുകൊണ്ട് സ്പോൺസേഴ്സിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ ക്ലാസ്സുകളിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി സാറിൻ്റെ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല. അല്ല, അപ്പൊ ഈ നമ്മളിപ്പോ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ ഫുള്ളായിട്ട്. എപ്പോഴും നമ്മളത് കേട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെമ്മറിയിൽ നിൽക്കില്ല. അതിന്റെ വീഡിയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് കിട്ടുന്ന രീതിയിലാവണം. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കൊരു സൊല്യൂഷൻ പറയാൻ പറ്റത്തില്ല. കാരണം ഐ തിങ്ക് ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളാണല്ലോ ഇത്. നിങ്ങൾ എഫോർട്ട് എടുത്ത് പേയ്മെന്റ് അടച്ച് അവിടെ വന്ന് 3 ദിവസം താമസിച്ച് വരുന്ന ക്ലാസ്സുകളാണ്. ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരാൾക്ക് കൊടുത്ത് അയാളെടുത്ത് അടുത്താൾക്ക് കൊടുത്ത് അയാൾക്ക് അടുത്ത് മൂന്നാമത്തെ ആളുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു വിലയില്ലാതെ. ഒരുപക്ഷെ അങ്ങനെയാണോ അതുകൊണ്ടാണോ സാർ അത് വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയാതിരുന്നുള്ള എനിക്ക് ചിന്തയുണ്ട്. കാരണം അങ്ങനെ സംഭവിക്കും. നമ്മൾ വരുന്ന ആളുകൾക്ക് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഒരു ഭാഗം എഴുതി വരുമ്പോഴത്തേക്കും വേറെ 10 സെന്റൻസ് വേറെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മൊബൈൽ വേറൊരു മൊബൈൽ കൊണ്ടുവന്നിട്ട് വെച്ച് പിടിക്കേണ്ടി വരും. ഷാജി പാഷ അത് ചാർലി ബ്രദർ ബാബു സാറിനോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് അത് പറഞ്ഞു. നമ്മുടെ സാർ ഇതുവരെ അങ്ങനെ പറയാതിരിക്കുന്നതാണ്. പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ നമുക്ക് PPT പ്രസന്റേഷൻ ഉണ്ട്. നമുക്ക് നമ്മൾ പ്രൊജക്ടറും ലാപ്ടോപ്പും സ്ക്രീനും ഒക്കെ നമ്മളോട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് PPT വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. അത് സാറ് കൺസേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. PPT പ്രസന്റേഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വേറെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ അത് ഇപ്പം നമുക്ക് ആ സമയം യൂസ് ചെയ്യാം. അവിടെ വന്നിട്ടോ ഇടയ്ക്ക് വിളിച്ചോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും തിരക്കിലായിപ്പോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മീറ്റിംഗ് തന്നെ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുകൂടെ ഒന്ന് ഓക്കെ. എന്റെ സൈഡിൽ ഞാനിവിടെ കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുന്നതിന് മുന്നോട്ട് ചോദിക്കാം. KTN പാസ്റ്റർ ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത്. താങ്ക് യു സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ.
നമ്മുടെ ക്ലാസ്സിന്റെ അതിനിപ്പോ ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നമ്മുടെ SBS 4-ലോ 3-ലോ ഉള്ളവർക്ക് ആ ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പൊ അത് കുഴപ്പമില്ലാതെ നമ്മൾ സാറോട്ട് സംസാരിക്കട്ടെ ആ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റാത്ത പറ്റുമെന്നുള്ള കാര്യം. ഈ വിഷയത്തെക്കുറിച്ച് ചാർലി ബ്രദറും ബാബു ജോൺ സാറുമായിട്ട് സംസാരിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാനും സംസാരിച്ചിട്ട് അത് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഞാൻ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് ചില കാര്യങ്ങൾ പറയാം. വളരെ ഓടിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഈ 3 ദിവസത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നത് 30-ാം തീയതി രാവിലെ 9 മണി മുതൽ 2-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി വരെയാണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഈ ദിവസങ്ങളിലെ പ്രോഗ്രാമിനെ 11 സെഷൻസ് ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുക. 11 സെഷൻസ്, അതായത് ടോട്ടൽ സെഷൻസ് 11 സെഷൻസ് ഉണ്ട്. ഈ 11 സെഷൻസിൽ 7 സെഷൻസ് ബാബു ജോൺ സാറ് സ്വയം എടുക്കുന്നതാണ്. 7 സെഷൻസ്, 7 സെഷൻസ് ബാബു ജോൺ സാറ് സ്വയം എടുക്കുന്നത്. 3 സെഷൻ രാജീവ് സാറിൻ്റെ കൂടെ വരുന്ന കമ്പാനിയൻ എടുക്കുന്നതാണ് 3 സെഷൻ. ഒരു സെഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത് 11 മാറും. ഇത്രയും നോട്ട് ചെയ്യണം. രാത്രിയിൽ ചാർലി ബ്രദർ പറഞ്ഞതുപോലെ 8:30-ക്കുള്ളിൽ നിങ്ങൾ ഡിന്നർ കഴിക്കണം. കാരണം 8:30 മുതൽ 9:30 വരെ ഒരു നൈറ്റ് സെഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉള്ളവർ, അല്ലെങ്കിൽ ക്ഷീണമുള്ളവർ, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവർക്ക് അത് അറ്റൻഡ് ചെയ്യണമെന്നില്ല. അല്ല അവിടെ താമസിച്ച് ആ സെഷനൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. 9:30 ആയിരിക്കും നൈറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. 8:30-ക്ക് കിച്ചൺ ബന്ധാവും. 9:30 ക്ലാസിൻ്റെ എൻഡായിരിക്കും. ഓരോ സെഷൻസിനും ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പേ കാണത്തുള്ളൂ, ടീ ബ്രേക്കായിട്ട്. ഉച്ചയ്ക്ക് 1 മണി മുതലായിരിക്കും ലഞ്ച്. ഈവനിങ്ങിൽ 4:30-ക്കാണ് നമ്മൾ ടീ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലാസ് ഉണ്ട്. ചാർലി ബ്രദർ പറഞ്ഞതുപോലെ തന്നെ 99% മെറ്റീരിയലും പ്രൊജക്ടറിൽ കൂടി കാണിക്കുന്നതാണ്. മനോജ് ബ്രദർ ഇപ്പം ചോദിച്ചപ്പോൾ മനസ്സിലാകത്തില്ല എന്നുള്ളൊരു വന്നിരുന്നു. അത് ഈസി ആയിരിക്കും. അതായത് പ്രൊജക്ടറുണ്ട്. രാജീവ് ബ്രദറിൻ്റെ കണ്ടന്റ് മൊത്തം, അതായത് 3 സെഷനുള്ള രാജീവ് മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്രൊജക്ടറിൽ കാണിക്കാനാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈലിൽ അതിൻ്റെ ഫോട്ടോ എടുക്കാം. വളരെ ഈസിയാണ്. മൊബൈലിൽ അത് ഫോട്ടോ എടുക്കാം. അത് മനസ്സിലാക്കി തരും. അതുപോലുള്ള രീതിയിലുള്ള കണ്ടന്റുകളാണ്. ബാബുസാറിൻ്റെ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായ ഭാഷയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതും പ്രൊജക്ടറിൽ കൂടെ കാണിക്കുന്നത്. ബാക്കി ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം പറയുന്നത്. മനസ്സിലാകാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഈ മെറ്റീരിയൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിഗേറ്റ്സ് രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഇത് വെളിയിൽ പോകുവാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഇതുവരെയും അനുമതി തരാതിരിക്കുന്നത്. ഫോട്ടോ സെഷൻസ് അത്യാവശ്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും. പിന്നെ സെഷൻസിൻ്റെ നടുക്ക് ഫോട്ടോ എടുക്കുന്നത് അനുവദനീയമല്ല. സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഫോട്ടോ എടുക്കുക, ബാബുസാറിൻ്റെ എടുക്കുക, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് എടുക്കുക, ഇതൊന്നും അനുവദനീയമല്ല. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സാങ്ക്ടിറ്റിയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഡെക്കോറമുണ്ട്. ആ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകളുടെ പോക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് 11 സെഷനുണ്ട്.
ദാറ്റ്സ് ഇൻക്ലൂഡ് ദ കൺക്ലൂഡിങ് സെഷൻ അത് ചേർത്താണ് പറഞ്ഞത്. നൈറ്റിലെ മറക്കരുത്, 8:30 to 9:30 ഉണ്ട്. മോർണിംഗ് ഷാർപ്പ് 9 o'clock നമ്മുടെ 3 ദിവസത്തെയും ക്ലാസ് ആരംഭിച്ചിരിക്കും. 9 o'clock. ആദ്യത്തെ ദിവസം കൺഫ്യൂസ് ആകരുത്. ആദ്യത്തെ സെഷൻ തന്നെ ബാബു സാറിൻ്റെയാണ്. അതായത് നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ബാബു സാറിൻ്റെ കയ്യിലോട്ടായിരിക്കും ആദ്യത്തെ സെഷൻ. അത് എല്ലാവരും ഓർമ്മയിരിക്കണം. ചിലർ വിചാരിക്കും ബാബു സാറിൻ്റേത് കുറച്ച് കഴിഞ്ഞേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് ലേറ്റായിട്ട് വരാൻ ശ്രമിക്കരുത്. അതായത് ഓൾമോസ്റ്റ് 9:30 to 9:45 ബാബു സാർ 9:30 തന്നെ 9:30 തന്നെ ബാബു സാറ് ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. സെക്കൻഡ് സെഷന് ലിജോയുടെയാണ്. ലിജുവിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നല്ലോ, രാജീവ് അല്ല, രാജീവ് ജോൺ. ലിജോയുടെ ആയിരിക്കും സെക്കൻഡ് സെഷൻ. അപ്പൊ ആദ്യത്തെ സെഷൻ മുതൽ ബാബു സാറ് ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്ന് അറിയിക്കും. ക്ലാസ് സംബന്ധമായിട്ട് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. വേറെ ആരുടെയും മെസ്സേജസ് ഇല്ല. ക്ലാസ്സുകളുടെ മധ്യത്തിൽ വേറെ യാതൊരു പ്രോഗ്രാമും ഇല്ല. എന്തെങ്കിലും സംശയം ഇത് സംബന്ധമായിട്ടുണ്ട്? KT മാത്യു പാസ്റ്ററാണ് സാധാരണ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇനിയും വല്ലോ അറിയേണ്ട ആവശ്യമുണ്ടോ? സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? യെസ്, യു ക്യാൻ. അത് ഓക്കെ സാർ. അതൊരു സംശയം എന്ന് പറഞ്ഞാല് പറയണമെന്നില്ല. ഇപ്പൊ നമുക്ക് PPT കിട്ടുന്നതാണെങ്കിൽ, അതായത് നമുക്ക് PPT കിട്ടുന്നില്ല ഉറപ്പുണ്ടെങ്കിൽ സെക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഈ PPT നിങ്ങൾക്ക് തരാനല്ല, PPT കാണിക്കാനാ. അതെ, ആ സമയത്ത് നമുക്ക് ആ PPTന്റെ ഫോട്ടോ എടുക്കാൻ അനുവാദം ഉണ്ടാകുന്നെങ്കിൽ നന്നായേനെന്ന്. PPTന്റെ ഫോട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടി സാർ നമുക്ക് ഈ പ്രൊജക്ടറിന്റെ അകത്ത് നമുക്ക് ഇതിന്റെ PPT നമുക്ക് പ്രൊജക്ട് ചെയ്യല്ലോ. ആ സമയത്ത് നമുക്ക് എല്ലാം എഴുതിയെടുക്കാൻ പറ്റില്ല. നേരത്തെ ആരോ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം. അത് ദിനേശ് ബാബു ബ്രദർ അത് ശ്രദ്ധിച്ചില്ലായിരുന്നില്ലയോ? നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാമെന്നാ പറഞ്ഞ ഞാൻ ആദ്യം. ഓക്കെ. അതായത് മെറ്റീരിയൽ PPTയുടെ പെൻ ഡ്രൈവോ അതല്ലെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യത്തില്ല, അത് കാണിച്ചു കൊണ്ടിരിക്കും. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു സാർ, കൺഫേം ആകാൻ വേണ്ടി നമുക്ക്. അല്ല, നമ്മളത് ഇമെയിലിലോ അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ ഒന്നും ബാബു സാർ അയച്ചു തരത്തില്ല. അതിനുള്ള സമയമില്ല. ആ കണ്ടന്റ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെയാണ്. നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് എഴുന്നേറ്റ് നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കത്തില്ല. മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കത്തക്ക രീതിയിൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്ത രീതിയിലുള്ള ഫോട്ടോ എടുപ്പുകൾ അവിടെ അസാധ്യമാണ്. സെഷൻസ് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചായ കുടി അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക. കാരണം സാറിൻ്റെ വിലയേറിയ ആ ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ബാബു സാറിന് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. ലാസ്റ്റ് സെഷനിൽ ലഞ്ചിന് ശേഷം ഒക്ടോബർ 2-ാം തീയതി ചാർലി ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ ലഞ്ചിന് ശേഷം നമുക്ക് പരസ്പരം കാണാനും ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കാനും പരസ്പരം അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ കൈമാറുവാനും ഒക്കെ ഉള്ള സമയം കിട്ടും. അതാ പറഞ്ഞു. ഇനി ക്ലാസ്സുകളെ കുറിച്ച് കൺഫർമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വയറീസ് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കാം. സാർ, ഒരു ദിവസം എത്ര സെഷൻ ഉണ്ടായിരിക്കും? അതിന്റെ ടൈമിങ്സ് ഒന്ന് പറയാമോ? അത് ടൈമിങ്സ് ഇപ്പൊ അത് ആരായി ചോദിക്കുന്നതെന്നൊന്ന് കാണാനായിരുന്നല്ലോ. യെസ്. ഞാൻ പറഞ്ഞല്ലോ 11 സെഷൻസിനെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ ചോദിച്ച ആഫ്റ്റർനൂൺ സെഷൻ നമ്മൾ ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാ. നമുക്ക് 10:45 തുടങ്ങും. ടീ ബ്രേക്ക് അല്ല. എന്തോ സാർ ഉദ്ദേശിക്കുന്നത്? പോകാൻ ആഗ്രഹിക്കുകയാണോ അതോ? അല്ലല്ല, ഈവനിങ്ങിൽ നമ്മൾ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നത്തെ 9:30 നൈറ്റ് വരെ പ്രോഗ്രാമാ. ഈവനിങ് കുളിക്കാനൊക്കെ ഉള്ള ടൈം എങ്ങനെയാന്നാ ഞാൻ ചോദിച്ചത്. അത് രാവിലെ കുളിച്ചിട്ട് വന്നാൽ മതിയല്ലോ. അത് പിന്നെ ഇറ്റ് ഈസ് അപ് ടു യു ടേക്ക് യുവർ ഓൺ ടൈം.
ബട്ട് ദ ക്ലാസ് വിൽ കണ്ടിന്യൂ. ക്ലാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ അരമണിക്കൂർ നേരത്തെ ബ്രേക്കേ കാണത്തുള്ളൂ. ലഞ്ചിന് മാത്രമേ 1.5 hour ബ്രേക്ക് കാണത്തുള്ളൂ. ബാക്കി എല്ലാ സെഷൻസിനും 1/2 hour ബ്രേക്കേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലായിക്കോണം. 11 സെഷൻസ് ഉണ്ട്. ഓരോ സെഷൻസും മാറുമ്പോൾ 1/2 hour ബ്രേക്കിൽ എന്ത് വേണേലും ചെയ്യാം. അതാണ്. എന്നിട്ട് നൈറ്റിൽ 8:30 കിച്ചൺ ക്ലോസ് ആകുന്നതിന് മുമ്പ് പോയി ഡിന്നർ കഴിച്ചിട്ട് 8:30 ആകുമ്പോൾ ക്ലാസ്സിന് 8:30 മുമ്പായിട്ട് വളരെ അത് നല്ല സമയമുണ്ട് ആ സമയത്ത്. ഓക്കെ സർ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇത് കൂടാതെ ഏതെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർലി ബ്രദറിനെ ഓവർ ടെലിഫോൺ കോണ്ടാക്ട് ചെയ്യാം, എന്നെയും കോണ്ടാക്ട് ചെയ്യാം. ആ ഗ്രൂപ്പിനകത്ത് നമ്പറുണ്ട്. അതല്ല, ലൊക്കേഷൻ മാപ്പ് തീർച്ചയായിട്ടും 2-3 പ്രാവശ്യം ഇടുന്നതായിരിക്കും. അതായത് കട്ടപ്പനയിൽ നിന്ന് വരുന്ന ബാബു ജോൺ പാസ്റ്റർ മുതൽ ആർക്കും ഈസി ആയിട്ട് അപ്രോച്ചബിൾ ആയിട്ടുള്ള റോഡുണ്ട്. അത് ലൊക്കേഷൻ ഇട്ട് തരുന്നതായിരിക്കും. ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം ഇടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇത്രയും പേര് ഒന്നിച്ചു വന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് 150-ൽ 100 പേരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല, വരാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് വരാറുള്ളത് കൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ ഇതിൻ്റെ മെസ്സേജസ് കൊടുക്കാൻ തുടങ്ങി. ഇത്രയും പേര് വന്നു, വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ, ബാബു സാർ വളരെ എക്സൈറ്റഡാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും 1 വർഷം കൊണ്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളും വളരെ എക്സൈറ്റഡാണ്. അപ്പം നിങ്ങളും ആ എക്സൈറ്റ്മെൻറ്റിൽ വരണം. അതുപോലെ തന്നെ കർത്താവെ ഞാൻ സമർപ്പിച്ചു തരുന്നു, ഇത് ഗ്രഹിക്കുന്നതിനുള്ള കൃപ തരണമേ. പല ക്യാമ്പുകളും നടക്കുന്നുണ്ട്, പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇത് വേറിട്ടൊരു പ്രോഗ്രാം ആയിരിക്കും. ഇതുപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൂടെ തരുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് ഉണ്ടെങ്കിലുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് വേറിട്ടൊരു ഗ്രൂപ്പാണ്. ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും ബാബു സാറിനെ പോലെ ടീച്ചറാകാൻ പോവുകയാണ്. അതിനുള്ള അഭിഷേകം നിങ്ങളിലേക്ക് പകരപ്പെടണം. അതായത് ഇൻഫർമേഷൻ മാത്രമല്ല, ഇൻസ്പിറേഷനും ഈ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഒൺലി ഇൻഫർമേഷൻസ് അല്ല, ഇൻസ്പിറേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങളിതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. വലിയ തയ്യാറെടുപ്പോടു കൂടി വരണം. ചെറുതും വലുതുമായിട്ടുള്ള ലാപ്സസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ആഹാരത്തിന് ഉപ്പില്ല, അതല്ലെന്നുണ്ടെങ്കിൽ വെള്ളം നല്ലതല്ല, എണ്ണ കൂടിപ്പോയി, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻസ് ഞങ്ങളിങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നതായതുകൊണ്ടുണ്ട്. അതൊക്കെ നിങ്ങളങ്ങ് ക്ഷമിക്കണം. ക്ഷമിച്ചിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ഭൗതിക ആഹാരത്തെക്കാൾ ഗൗരവമായി ആത്മീയ ആഹാരം ഞങ്ങൾക്ക് ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ബാബു സാറിന് സ്റ്റെപ്പ് കയറാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന് ഒരാൾ പിടിച്ചു കൊണ്ടുപോകാനൊക്കത്തില്ല. അദ്ദേഹം വേറൊരാൾ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങളോട് പറയാം, ബാബു സാറിനെ പിടിച്ചു കൊണ്ടുപോകാനൊക്കത്തില്ല. ബാബു സാർ പിടിച്ചാണ് നടക്കുന്നത്. അത്രമാത്രം സാഹസ യാത്രയായിരിക്കും ബാബു സാറിന്. ഇത് നമുക്ക് വേണ്ടി കർത്താവ് അറേഞ്ച് ചെയ്തതാണ്. ആ ദാസൻ ഇവിടെ വരുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്താൽ അയച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നുന്നു വിശ്രമമില്ലാതെയുള്ള ഓട്ടമായിരിക്കും.
കേരളത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ നിന്ന് ആരംഭിക്കുന്ന ക്ലാസ്സുകൾ ബോംബെയിൽ ചെന്നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും നമുക്ക് ഓർക്കാം. കൂടെ വരുന്ന കർത്താവിൻ്റെ ദാസന് വേണ്ടിയിട്ട് ലിജുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബമായിട്ടാണ് തൻ്റെ പേരൻസിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നത്. വിദേശത്തു നിന്നും നമുക്ക് ഡെലിഗേറ്റ്സ് ഉണ്ട്. കണ്ണുകളടച്ച് അല്പസമയം കൈകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാവൂ. നമ്മുടെ ചാർലി ബ്രദറിന് വേണ്ടി നമുക്ക് നന്ദി പറയാം. കർത്താവ് തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കാലിന് വലിയ കെൽപ്പില്ല ചാർലി ബ്രദറിന്, അന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓടി ഓടി നടക്കാനുള്ള ഫ്രാക്ചറൊക്കെ ഉണ്ടായിട്ടുള്ള കാലാണ്. അദ്ദേഹം ഇത്രയും അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്യുന്നു. നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ അറേഞ്ച്മെന്റുകൾക്ക് പ്രതിഫലമായി സ്വർഗത്തിലെ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മ്യൂസിക് ടീമിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അറേഞ്ച്മെന്റുകളും അതാതിൻ്റെ സമയത്ത് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. കാലാവസ്ഥ നമുക്ക് അനുകൂലമായി ലഭിക്കണം. ആഹാരം മസ്ത് എന്തോ ഒരു പുതിയ ഒരു ബീമാരി അല്ലെങ്കിൽ ഒരു രോഗം ഇപ്പൊ ബാധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകരുത്. സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൈകളുയർത്തി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്ദി അപ്പാ, നന്ദി. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ ദാനങ്ങൾക്കായി നന്ദി. അങ്ങയുടെ പരിശുദ്ധാത്മാവിനായി നന്ദി. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ തരുന്ന ആഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. ഇച്ഛിക്ക എന്നത് കർത്താവിൽ നിന്ന് ലഭിക്കുന്നതാണല്ലോ. അതിൻ്റെ പൂർത്തീകരണം അങ്ങയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞങ്ങൾ മനുഷ്യരാണ്, ബലഹീനരാണ്, പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. ഇതാ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. ഇതൊരു പ്രോഗ്രാമല്ല, ഇത് അങ്ങയുടെ സ്വരം കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ആഴമായ സത്യങ്ങൾ ആ ഭാഷയിൽ തന്നെ ഞങ്ങൾക്ക് പൊരുൾ തിരിച്ചു തരുവാൻ അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി അങ്ങേക്ക് നന്ദി കരയിട്ടു. സ്വർഗം ഇടപെട്ട മീറ്റിംഗ് ആയതിനാൽ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ആഹാരം, ഞങ്ങളുടെ വിശ്രമ സ്ഥലങ്ങൾ, ഞങ്ങൾ കുടിക്കുന്ന വെള്ളം, ഞാൻ നിന്റെ അന്നത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, മിസ്രയീമിലുള്ള ഒരു രോഗവും നിങ്ങളുടെ മേൽ വരുത്തത്തില്ലെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ അപ്പത്തെ അനുഗ്രഹിക്കും, വെള്ളത്തെ അനുഗ്രഹിക്കും. ആ കർത്താവിൻ്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുകയാണ്. ഞങ്ങൾ എത്ര ഓടിയാലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കുറവുകളെ ഓർക്കല്ലേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ മീറ്റിങ്ങിന് തടസ്സമായി, ഇതിൻ്റെ അനുഗ്രഹത്തിന് വിരോധമായി എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരണേ. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണേ. അങ്ങയുടെ സ്വരം ഞങ്ങൾക്ക് കേൾക്കണം അപ്പ. ഞങ്ങൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയണം, ഞങ്ങൾ ഈ മീറ്റിങ്ങുകളിൽ കർത്താവിൻ്റെ സ്വരം കേട്ടുവെന്ന്. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കടന്നു വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കടന്നു വന്ന ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കുചേർന്നവരാരും തന്നെ ഒരു കാരണവശാലും മുടങ്ങുവാനിടയാകരുത്. അവർക്ക് ആരോഗ്യം കൊടുക്കണേ, ബലം കൊടുക്കണേ. ഒരു രോഗങ്ങൾ ഉണ്ടാകുവാനിടയാകല്ലേ, കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയാകല്ലേ. തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ദുഷ്ടന്റെ സകലവിധമായ പ്രതിസന്ധികളെ മറികടന്നു വരുവാനുള്ള കൃപ അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കും.
അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിച്ചു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ അവരെ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരുടെ കുടുംബത്തിലുള്ള അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. ചരൽക്കുന്ന് ക്യാമ്പസിനെ ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ കവർ ചെയ്യുകയാണ്. അത്ഭുതങ്ങളുടെ ദിവസങ്ങളാണ് 30, 1, 2 ദിവസങ്ങളിൽ ഞങ്ങൾ കാണാൻ പോകുന്നത്. മാറ്റത്തിന്റെ ദിവസങ്ങളായിരിക്കും. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രക്തത്താൽ ഞങ്ങളെ മുദ്രവെക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.